നമസ്കാരം ക്ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ഞാൻ വീണ്ടും ഒരു വീഡിയോയും കൂടി വേഗം ചെയ്തിട്ട് പോവാണ്. ഇതും ഫെബ്രുവരി 7-ാം തീയതി ചെയ്യുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഭഗവാൻ അലങ്കാരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഊഞ്ഞാലിരിക്കുന്ന നമ്മുടെ മുന്നുണ്ണി കൃഷ്ണന്റെ പാദം നമസ്കാരം ചെയ്യുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദയ ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദയ ഭാവയാമി. ഇന്ന് ഞാനൊരു കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോകണം എന്നുള്ളത് കൊണ്ട് ഇന്നൊരു കഥയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരിക്കൽ ഉദ്ധവരെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ആരാണ് ഉദ്ധവർ എന്ന്. ഉദ്ധവർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മന്ത്രിപദം അലങ്കരിച്ചിരുന്ന ദ്വാരകാധീശന്റെ മന്ത്രിപദം അലങ്കരിച്ചിരുന്ന അദ്ദേഹമായിരുന്നു ഉദ്ധവര്. ഭക്തരിൽ ഉദ്ധവൻ ഞാനാണ് എന്നാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്യുത്തമനായിട്ടുള്ള ഭക്തനാണ് ഉദ്ധവൻ എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഭഗവാനും ഉദ്ധവർക്കും ഏതാണ്ട് ഒരേ പ്രായമാണ് എന്നും കൂടെ പറയാറുണ്ട്. ഏതാണ്ട് 12 വയസ്സിന് ശേഷം 125 സംവത്സരങ്ങൾ ആണ് ഭഗവാന്റെ കാലഘട്ടം ഉണ്ടായിരുന്നത് ഭൂമിയിൽ. അത്രയും കാലഘട്ടം ഉദ്ധവരും ഭഗവാന്റെ നിഴൽ പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ ഉത്തമനായ ഭക്തന് ഭഗവാൻ അവസാനം ഒരു ഉദ്ധവഗീത എന്ന് പറയുന്ന ഭാഗം ഉപദേശിക്കലുണ്ടായി. അതായത് ഉദ്ധവന്റെ സംശയങ്ങൾക്ക് ഒരു നിവാരണം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ ഉദ്ധവൻ ചോദിച്ചു, ഭഗവാനെ, ഉത്തമനായ സുഹൃത്ത് എന്ന് പറയുന്നത് ആരാണ്? അപ്പോൾ പറഞ്ഞു, ഉത്തമനായ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആപത്തിൽ നിന്നും നമ്മൾ പറയാതെ തന്നെ നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്ത് എപ്പോഴും കൂടെ ഉണ്ടാവുക, എന്താവശ്യത്തിനും വിളിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് ആദ്യ അവസാനം എല്ലാ കാര്യവും ചെയ്തു തരിക, അവനാണ് നമ്മുടെ ഉത്തമനായ സുഹൃത്ത് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ടാണ് യുധിഷ്ഠിരനെയും അതായത് പഞ്ചപാണ്ഡവരെയും ദ്രൗപദിയെയും ഒക്കെ രക്ഷിക്കാൻ വളരെയധികം നേരം വൈകിയത്? ആ ചൂതുകളിയുടെ സമയത്ത് അങ്ങ് ഒന്നിത്തിരി നേരത്തെ പോയിരുന്നെങ്കിൽ അവരെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? അവരെ വിളിക്കാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അങ്ങ് പറയുന്നു ദ്രൗപദിയുടെ മാനം രക്ഷിച്ചു അങ്ങ് വസ്ത്രാക്ഷേപ സമയത്ത് എന്ന് പറയുന്നു. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗുരുകാരണവന്മാരെയും ഭർത്താക്കന്മാരുടെയൊക്കെ മുൻപിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് കൊണ്ടുവന്ന ആ നിമിഷം തന്നെ മാനം പോയി എന്നല്ല അർത്ഥം. അപ്പോൾ അത്രയൊക്കെ നേരം കാത്തു നിൽക്കണമായിരുന്നു. ഭഗവാൻ വിചാരിച്ചിരുന്നെങ്കിൽ എത്രയോ മുൻപ് തന്നെ അവരെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വിവേകപൂർവം ചിന്തിക്കുന്നവൻ്റെ മുൻപിലാണ് ഇത്രയും പെട്ടെന്ന് ഓരോന്നിനും ഉള്ള ഉത്തരം ലഭിക്കുന്നത്. വിവേകം ഒരിക്കൽ നമ്മളെ വിട്ടകന്നു പോകുന്ന നിമിഷത്തിലാണ് നമുക്ക് കർമ്മബന്ധങ്ങളൊക്കെ വരുന്നത്, നമ്മൾ ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതേമാതിരി ഒരു വിവേകമില്ലായ്മയായിരുന്നു യുധിഷ്ഠിരന് സംഭവിച്ചത്. കാരണം യുധിഷ്ഠിരൻ ഈ ദുര്യോധനനാണെങ്കിൽ അവിടെ വളരെ വിവേകപൂർവമാണ് പ്രവർത്തിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദുര്യോധനന് പകിട കളിക്കാൻ അത്ര അറിയില്ല, ചൂതുകളി അത്ര നന്നായിട്ട് വശമില്ല. അപ്പം അദ്ദേഹം എന്ത് പറഞ്ഞു, എനിക്ക് വേണ്ടി ചൂത് കളിക്കുന്നത് ശകുനിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരനും തീർച്ചയായിട്ടും അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചൂത് കളിക്കുന്നത് ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞ് അവിടെ തീർന്നു, ഒരു പ്രശ്നവുമില്ല. ശകുനിയെ എന്നല്ല, ആരെ വേണമെങ്കിലും തോൽപ്പിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു സ്ട്രോങ് വാരിയർ ഇവരുടെ അടുത്തും ഉണ്ടായിരുന്നു, കൃഷ്ണൻ അല്ലേ. പക്ഷേ യുധിഷ്ഠിരൻ അതിന് പകരം എന്താ ചെയ്തത് എന്നറിയോ? കൃഷ്ണൻ ഇതറിയരുത് എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഭഗവാനാണെങ്കിലോ ആ ചൂത് കളിക്കുന്ന രാജസഭയിലേക്ക് ഇവരെ രക്ഷിക്കാൻ ഓടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് യുധിഷ്ഠിരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, കൃഷ്ണൻ ഇതറിയരുത് എന്ന്. ഓരോ തവണ ചൂതുകളിയിൽ പകിട എറിഞ്ഞ ഓരോന്നായിട്ട് യുധിഷ്ഠിരനെ നഷ്ടപ്പെടുമ്പോഴും ഒന്ന് നഷ്ടം വരുമ്പോൾ തന്നെ കൃഷ്ണ എന്ന് വിളിച്ചിരുന്നെങ്കിൽ അടുത്ത നിമിഷം ഞാൻ അവിടെ ഉണ്ടാവുമായിരുന്നു. ആ പകിട എൻ്റെ കൺട്രോളിൽ ഞാൻ കൊണ്ടുപോയേനെ. എന്നാൽ ആ നിമിഷം തന്നെ യുധിഷ്ഠിരൻ വിചാരിക്കുന്നത് ഇത് അറിയരുത് എന്നാണ്. അടുത്തതായിട്ട് ഭീമസേനൻ്റെ ഉള്ളിൽ ഈശ്വര ഇങ്ങനെയൊക്കെ വന്നല്ലോ, ഭഗവാനെ ഓടി വരണേ എന്നുള്ളതായിരുന്നില്ല
ചിന്ത ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ജ്യേഷ്ഠൻ കാണിച്ചു കൂട്ടുന്നത്, ഇതൊന്നും ശരിയല്ലല്ലോ എന്ന ആ ഒരു മനോവിചാരമല്ലാതെ ഒരിക്കലും കൃഷ്ണനെ കുറിച്ച് അവിടെ ചിന്തിച്ചില്ല. അല്ലെങ്കിൽ കൃഷ്ണൻ അറിയരുത് എന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങ് ചോദിച്ചു, ദ്രൗപദിയുടെ വസ്ത്രം നൽകി അല്ലല്ലോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്, ആദ്യം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നില്ലേ എന്ന്. ആ നിമിഷങ്ങളിലൊന്നും ദ്രൗപദിയും ആഗ്രഹിച്ചിരുന്നില്ല കൃഷ്ണന്റെ സാമീപ്യം. പകരം ദ്രൗപദിക്ക് കോൺഫിഡൻസ് ആയിരുന്നു, എന്നെ ദുശാസനൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ദുശാസനനേക്കാളും പവർഫുൾ ആയിട്ടുള്ള 5 പേരുണ്ട് എന്ന് വിചാരിച്ചു. അതും പോട്ടെ, രാജ്യസഭയിൽ വെച്ച് ഇത്രയും ഗുരു കാരണവന്മാരുടെ മുൻപിൽ വെച്ച് എനിക്കൊന്നും സംഭവിക്കില്ല എന്നും ആ ഒരു മിഥ്യാധാരണ, അല്ലെങ്കിൽ ഞാൻ ദ്രൗപദിയാണ്, ഞാൻ തീയിൽ കുറുത്തവളാണ് എന്നൊരു ധാരണയായിരുന്നു. അതല്ലാതെ എന്നെ രക്ഷിക്കണേ എന്ന് പറയാൻ അവിടെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് വിട്ടുപോയതുകൊണ്ട് കാര്യമില്ല, ഓടിച്ചെല്ലാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ അവർക്ക് എൻ്റെ സഹായം വേണ്ട എന്ന് നിരസിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ എന്നെക്കുറിച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ ഈ ഗുരുകാരണവന്മാരാൽ രക്ഷിക്കപ്പെടില്ല എന്നും 5 ഭർത്താക്കന്മാരാൽ രക്ഷിക്കപ്പെടില്ല എന്നും ഞാൻ തീയിൽ കുറുത്തതാളായതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ മനസ്സിലായ നിമിഷമാണ് ദ്രൗപദി എൻ്റെ മഹാപ്രഭു, എൻ്റെ കൃഷ്ണ അങ്ങ് രക്ഷിക്കണേ എന്ന് പറഞ്ഞത്. ആ നിമിഷം ഞാൻ അവിടെ വസ്ത്രമായിട്ട് എത്തുകയും ചെയ്തു. ദ്രൗപദി എങ്കിലും മറിച്ചൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് കരുതി ആ ഒരു രാജ്യസഭയിലേക്ക് ചെല്ലാതെ പുറത്ത് ഞാൻ കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ദ്രൗപദിയാണ് എന്നെ ആശ്രയം പ്രാപിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു വസ്ത്രത്തിൻ്റെ രൂപത്തിലെങ്കിലും എനിക്ക് ദ്രൗപദിയിലേക്ക് എത്താൻ സാധിച്ചത് എന്നായിരുന്നു ഭഗവാന്റെ മറുപടി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെങ്കിൽ, അനേകം കാര്യങ്ങളിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കും, വളരെയധികം നമുക്ക് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ആ നിസ്സാരമാണ് എന്ന് തോന്നുന്ന ആ ഒരു കാര്യങ്ങളിൽ പോലും നമ്മൾ എൻ്റെ കൃഷ്ണ എനിക്കിത് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, എനിക്കിതിൽ കുറച്ചൊക്കെ നോളജുമുണ്ട്, ഇത് വേണ്ട വിധമാക്കി തരിക എന്ന വലിയ ഉത്തരവാദിത്വം ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു, നാരായണായേതി സമർപ്പയാമി നിത്യം സർവം, നാരായണായേതി സമർപ്പയാമി എന്നൊന്ന് പറഞ്ഞു നോക്കൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ചെയ്ത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചു നോക്കൂ. വളരെ പെർഫെക്റ്റ് ആയിട്ട്, ദ ബെസ്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് അത് മാത്രമല്ല കേട്ടോ, എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഭഗവാന് കുറച്ച് അധികം ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും തുടക്കമിടൂ. ബാക്കി ഭഗവാൻ ആയിക്കോളും, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത്. അത് അങ്ങനെ സമർപ്പിച്ച് ചെയ്താലത്തെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ സൽക്കർമ്മങ്ങൾ മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? അദ്ദേഹം പറയായിരുന്നു, സവിതയുടെ ജീവിതം ഭഗവാന് സമർപ്പിക്കൂ, ഭഗവാന് സന്തോഷമാകുന്ന പ്രവൃത്തികൾ മാത്രം സവിതയിൽ നിന്ന് വരണം എന്ന് പ്രാർത്ഥിക്കൂ എന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അനേകം തെറ്റുകൾ പിന്നെയും എനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരുവിധം തെറ്റുകൾ ദൂരീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിലും നമസ്കരിക്കുന്നു. ഹരികൃഷ്ണ പാദമനുഷ്യം ഹൃദയ ഭാവയാമി, അദ്ദേഹത്തിൻ്റെ പാദത്തിലും നമസ്കരിക്കുന്നു. ഒപ്പം ഗുരുവായൂരപ്പനോട് എൻ്റെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന, നാരായണായേതി സമർപ്പയാമി നിത്യം സർവം, നാരായണായേതി സമർപ്പയാമി. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.